എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിംഗ്. എൻ്റെ വ്യക്തി, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി വിശ്വസ്തനാണോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ടും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സംശയം വരുന്നത്, ആക്ച്വലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ വ്യക്തി വിശ്വസ്തനാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്, കുറേ പേർക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല. അപ്പോൾ യൂണിവേഴ്സും പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കാൻ അത്ര നല്ല ഒരു വ്യക്തിയല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്വയം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതും നല്ല ഒരു രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ചക്രവ്യൂഹം പോലെ നിങ്ങളുടെ ചുറ്റിനും പ്രൊട്ടക്റ്റീവ് എനർജി വേണം. അതിന് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു വ്യക്തിയുടെ ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു വ്യക്തിയുടെ എല്ലാ ആക്ഷൻസും നിങ്ങൾ നല്ലതുപോലെ വാച്ച് ചെയ്യണം, യൂണിവേഴ്സ് കരുതിയിരിക്കണം എന്നാണ് പറയുന്നത്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നോർമലി ആ നല്ലൊരു വ്യക്തിയല്ല. അപ്പോൾ അവിടെ എല്ലാ ആക്ഷൻസിലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലും വരും. സെക്കൻഡ് കാർഡ്, സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ചേർന്ന ഒരു വ്യക്തിയല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ചും കൂടെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പിന്നെ അതുപോലെ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ നമ്മൾ ചെറിയൊരു രീതിയിൽ കാണുന്നതാണ് പ്രശ്നം. ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ചെറിയ മനസ്സുമായിട്ട് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിച്ചാലും അതും ഒരു കുഴപ്പമാണ്. അപ്പോൾ കുറച്ച് പേർക്ക് എൻ്റെ വ്യക്തി എന്നോട് തന്നെ സംസാരിക്കണം, വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് അങ്ങനെയുള്ളവർക്കല്ല. നിങ്ങൾ കുറച്ചുകൂടി ലിബറലായിരിക്കണം. ആ ഒരു വ്യക്തിയുടെ ഫ്രീഡം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആ ഫ്രീഡം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കേണ്ടതാണ്. എന്നിട്ടും അതിനുശേഷവും നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് വിശകലനം ചെയ്യുകയും, അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു സംശയം തോന്നിയാൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കേണ്ടതാണ്. ഇനി അടുത്ത എന്ത് മെസ്സേജാണ് യൂണിവേഴ്സിന് തരാനുള്ളത് നമുക്ക് നോക്കാം. അടുത്ത മെസ്സേജിൽ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ വിശ്വാസമില്ല എങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ എന്ന് നോക്കലാണ്. കാരണം നമ്മൾക്ക് എന്താണോ നമ്മുടെ വ്യക്തിയിൽ നിന്ന് വേണ്ടത് നമ്മൾ തിരിച്ചും കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്നേഹമാണ് താല്പര്യം, അതേ സ്നേഹം നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾ കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കുറേ പേർക്കൊക്കെ ഇങ്ങോട്ട് വേണം സ്നേഹം, ഇങ്ങോട്ട് വേണം സമയം, എല്ലാം ഇങ്ങോട്ട് വേണം. പക്ഷെ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സമയമാവുമ്പോൾ സമയമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാലോ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ വർത്താനത്തിലൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിലും അതേ സ്നേഹം കാണിച്ചാൽ തിരിച്ചും കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ എനിക്ക് മനസ്സിലാവുന്നത് കുറേ പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയിൽ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സംശയം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് പേർക്ക്. ഇനി ഒരു മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം, എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന്. ഈ ഒരു കാർഡ് നമുക്ക് പറയുന്നത്, യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാം ഈക്വലാണ്. നിങ്ങൾ എന്ത് എനർജിയാണോ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നത് അതേ എനർജിയാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഒരു സംശയത്തിൻ്റെ കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളും കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണമായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് അകൽച്ച പാലിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങളുടെ വ്യക്തിയും ചെയ്യും. അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്. അപ്പം തേർഡ് കാർഡിലൂടെ മാത്രമാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി കുഴപ്പമില്ല. ഈ ഒരു കാർഡും ഫോർത്ത് കാർഡിലും
വ്യക്തിക്ക് കുഴപ്പമുള്ളതായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. പക്ഷേ ഫസ്റ്റത്തെ 2 കാർഡ്സ് കിട്ടിയിരിക്കുന്നതിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ 4 ഡിഫറെൻറ്റ് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ മെസ്സേജും എല്ലാവർക്കും അല്ല. ഓരോ കാർഡിലും ഓരോ മെസ്സേജാണ് ഓരോരുത്തർക്കുമായിരിക്കും റെസൊനേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.